വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് വലിയ ടൈമൊന്നുമില്ല. ഇന്ന് നമ്മൾ ബൂർജ് ഖലീഫയിലാണ് പോകാൻ പോകുന്നത്. രാവിലെ എന്തോ ആണ് പോകേണ്ടത്. രാവിലെ എത്ര മണിക്കാണ് പോകേണ്ടത്? 6 മണിക്കാണ് പോകേണ്ടത്. അയ്യോ 5:30 അവിടെ എത്തണം. ഇപ്പം തന്നെ 5:30 ആയെന്ന് തോന്നുന്നു. 5:30 ആവാറായല്ലേ? 5:10 പെട്ടെന്ന് പോകണം നമുക്ക്. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഈ മുത്തിന് വേറെ കളറാണല്ലോ. എനിക്ക് ബുർജ് ഖലീഫയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളങ്ങോട്ട് ആയില്ല. അതാ പറയാ പൊക്കോണ്ടിരിക്കുന്നു. പെട്ടെന്നല്ലേ പോകുന്നത്. ചെവി കളയും. Good morning everyone, welcome to level 124. Please decide to adopt the balcony. ഇങ്ങനെ ഇറക്കെ. അതാണ് ഇതാണ് ഇവിടുത്തെ രാജാവ്. ഇവരാണോ? ഇവിടുത്തെ രാജാവ്. പുള്ളിയാണല്ലോ. ഇവിടെ ഉണ്ട് കേട്ടോ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ. സെയിം ഇപ്പൊ എവിടെ കയറി പോയ ഇപ്പൊ എവിടെ കയറി പോയ ഇപ്പൊ ഒരാള്. ഇത് ആക്ച്വലി എന്നെ മൈൻഡ് ആക്കാണ്ട് പിണങ്ങിയിരിക്കുന്ന ഒരു സീനാണ് എന്നോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺറൈസ് ഒക്കെ കണ്ട് താഴെ ഇറങ്ങിയപ്പം നമ്മൾ റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പോയപ്പം ഞാൻ ലേഡീസിൻ്റെ ഇതിലോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ അറിയാണ്ട് ആളും കയറി വന്നു. അപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കളിയാക്കി. അത് പുള്ളിക്ക് അങ്ങ് ഹേർട്ടായി ഭയങ്കര. അന്നേരം എന്നോട് പിണങ്ങി ഇറങ്ങി വരുന്ന സീനായത്. കാണണ്ടായോ? അതിലൂടെ പോയി കൈവെക്ക്. അതുകൊണ്ട് ആ സൈഡിലൂടെ പോയി. നമ്മൾ മിറാക്കിൾ ഗാർഡൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ട്. അങ്ങനെ അറിയുള്ളൂ. ഇങ്ങനെയുണ്ട്. അത് കപ്പയാണ് സാധനം. ഇഷ്ടപ്പെട്ടോ? അപ്പുറത്തോടെ ഇറങ്ങി ഉണ്ട്. ഞാൻ കണ്ട്
എങ്ങോട്ടാ മുത്ത് പോകുന്നേ? ആണ്ട് എങ്ങോട്ടാ മുത്ത് പോകുന്നേ? മിറാക്കിൾ കാണാൻ. എന്താ ഇവിടെ ഞാൻ നിന്റെ ഫോട്ടോ എടുത്ത് തരട്ടെ. പൂ പറിക്കാൻ പാടില്ല കേട്ടോ. പുള്ളി ഫോട്ടോ എടുക്കുന്ന നമുക്ക് പോയിട്ട് പുള്ളിയുടെ ഫ്രെയിമിൽ പോയി നിന്നാല് ഇതിനകത്തോട്ടാ. ഭയങ്കര വെയിലുണ്ട് ഇവിടെ. നമ്മൾ 9:45 9:50 ആയപ്പോഴാണ് നമ്മള് കയറി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഇത്ര ആൾക്കാർ ഇവിടെ വന്നു. നമുക്ക് ഇത് കുറവാ. നമ്മുടെ ബാക്കിലൊക്കെ കുറെ വരുന്നുണ്ട്, കുറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ക്ലോക്ക് പോലെ എനിക്ക് ആനനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മറ്റേ സൺസ്ക്രീൻ ഒക്കെ തേക്കുന്നു പാവം. നമുക്കൊരു സൺസ്ക്രീൻ മേടിക്കേണ്ടതായിരുന്നു. അയ്യോ അമ്മച്ചി വേണ്ട മൊത്തം. ഇവിടെ മറ്റേ ആ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഇട്ടത് കിട്ടും മൊത്തം. എനിക്ക് ഒരെണ്ണം വേണം. ഓക്കെ, ചോക്ലേറ്റ് ഇട്ട് കിട്ടുമെന്ന് ചോദിക്കാം. അങ്ങനെ ആണെങ്കിൽ മതി. ഞാൻ ഇന്ന് മിറാക്കിൾ ഗാർഡനിൽ വന്നിട്ട് അത് കഴിക്കാൻ പോവാണ്. എങ്ങനെയൊന്ന് ട്രൈ ആക്കാം. എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അഹാന കൃഷ്ണയാണ്. അഹാന കൃഷ്ണ എപ്പോഴും സ്ട്രോബെറിയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചോക്ലേറ്റ് അങ്ങനെ ഇട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കിട്ടിയിരിക്കുകയാണ്, നോക്കട്ടെ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. കഴിച്ചു നോക്കാം. ചോക്ലേറ്റ് കുറവാന്ന് തോന്നുന്നു. അവർ ഇച്ചിരി ചോക്ലേറ്റ് ഇട്ടായിരുന്നു. ഇച്ചിരി ചോക്ലേറ്റ് ഇട്ടത് ഞാൻ ഉദ്ദേശിച്ച വലിയ രസമല്ല. ഇവർ ഇവിടുന്ന് കഴിച്ചതിൻ്റെ ആയിരിക്കും അല്ലേ? വിപ്പ് ക്രീം ഇട്ടപ്പോ ചെറുതായിരുന്നു. കളിക്കുന്നു. ഇന്നലെ വിൻ ചെയ്ത പോലെ ഒരെണ്ണം. പിന്നെ അപ്പൊ ഇവിടെ ഇത് എഴുതി കിട്ടൂന്ന് അന്നാ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരെണ്ണം പ്ലീസ്, ഒരു കളി. ഓക്കെ, എന്താ ഓക്കെ അതിൽ വീഴ്ത്തണം കേട്ടോ. വേറെ ഉണ്ട്. ഇത് പറ്റിയില്ലെങ്കിൽ വേറെ നോക്ക്. അതും എല്ലാം എറിഞ്ഞിടണം. ഇതെന്തോ താറാവിനെ പിടിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ വേണ്ട. ഏതാ വേണ്ടേ? എനിക്ക് ഈ പിങ്കിനെ ഇഷ്ടപ്പെട്ട, കുഞ്ഞി പിങ്ക്. ഞാൻ അത്രയും ഇട്ടു. എൻ്റെ 2 എണ്ണേ ഉള്ളൂ. ബാക്കി
2 ബോളിന് പിന്നെയും എക്സ്ട്രാ 4 ബോൾ എടുക്കുകയാണെങ്കിൽ പിന്നെ എമൗണ്ട് ഈ ഒരു പാവയ്ക്ക്. ഗൈസ് അതാരാ നിൽക്കുന്നതെന്ന് നോക്കൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ വല്ല ഇവിടെ പോയിട്ട് നമ്മുടെ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കി കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പം നമുക്കിവിടെ പാരഗണിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. അവിടെ എന്താ കിട്ടുമെന്ന് നോക്കട്ടെ. എന്തൊക്കെയാ പറഞ്ഞേ ഓർഡർ ചെയ്ത്? ഇപ്പം പ്രോൺസ് മോളി, ഒരു മട്ടൻ ബിരിയാണി, ഒരു ഗ്രിൽഡ് മലബാറി തവ ഫ്രൈ, ഒരു വാട്ടർമെലൺ ജ്യൂസ്, ഒരു മാഗലോഡി ജ്യൂസ്, 2 അപ്പം, അതേ ഉള്ളൂ. അപ്പത്തിലൂടെ പ്രോൺസ് മോളി, തവ ഫ്രൈ അല്ലാതെ, പിന്നെ ഒരു മട്ടൻ, ഒരു നെത്തോലി ഡ്രൈ ഫ്രൈ പറഞ്ഞില്ല. നെത്തോലി എനിക്കിഷ്ടമല്ല. അല്ലേ? ഇത്രയും ദിവസം നമ്മൾ ഇന്ത്യൻ ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ട് എനിക്കൊന്നും ഭ്രാന്തായിട്ട് ഉള്ളതെല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് ഓക്കെ ആണോ? മുഖമൊക്കെ കരയുന്ന പോലെ. എന്ത് കരയുന്ന പോലെ? വയ്യായോ? അത് കൂടി. പിന്നെന്തിനാ ഓർഡർ ചെയ്ത്? അത് മൊത്തം കുടിക്കത്. പിന്നെന്തിനാ ഇത്രയെല്ലാം കഴിച്ച് വയറിരുന്നിട്ട് പിന്നെന്തിനാ ഓർഡർ ചെയ്തത്? ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വിഷമിച്ചിരിക്കുന്നതാണ്. ഇത് ഫുഡ് കഴിച്ച് വന്നിട്ട് ബോധം കെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥ ഞാൻ ഇപ്പോഴാണ് കാണാം. എന്താ പറ്റി? കഴിക്കാൻ തുടങ്ങിയപ്പോൾ കഴിക്കാൻ പറ്റാഞ്ഞിട്ട് വയറ്റിൽ ഗ്യാസാന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ മരുന്ന് എടുത്ത് ഒരെണ്ണം കഴിച്ച്, അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞ് ഗ്യാസിൻ്റെ മരുന്നും എടുത്ത് കഴിച്ച് ഇതെല്ലാം ഓർഡർ ചെയ്ത് മൊത്തം ഫുള്ളായിട്ട് തിന്ന്. സോ ഇന്ന് നമ്മുടെ ദുബായിയുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ വ്ളോഗ് പോലൊന്നും ചെയ്യുന്നില്ല, വീഡിയോസൊന്നും എടുക്കുന്നില്ല. ഇന്നലത്തെ നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വരാം. ഓക്കെ, ബൈ.